പലരിലും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ പോയി ടൂത്ത് പിക്ക് എടുത്ത് യൂസ് ചെയ്യുന്നത്. ഈ ടൂത്ത് പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ടൂത്ത് പിക്ക്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. ടൂത്ത് പിക്ക് വളരെ ഷാർപ്പായിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ പല്ലിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ മോണ ഇറങ്ങാൻ, അതായത് റിസഷൻ സംഭവിക്കാനും അത് കൂടുതൽ സ്പേസ് ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഫോഴ്സ്ഫുള്ളി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ബ്രേക്ക് ആയിട്ട് അവിടെ ഇഞ്ചറി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഡെൻറ്റൽ ക്യാപ്പ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തേക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ടൂത്ത് പിക്ക് ഇടുന്നത് അവിടെ ഉള്ള ഗ്യാപ്പുകൾ കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് ലോഡ്ജ്മെൻറ്റ് കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ക്യാപ്പ് ഊരി പോരാനുള്ള ചാൻസസും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡെൻറ്റൽ ഫില്ലിങ്സോ അതുപോലെ തന്നെ വിനീർ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ച് പ്രിക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഫിറ്റിങ്സിനെ ഡാമേജ് ആക്കാനും അതുപോലെ തന്നെ അത് ഇളകി പോരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടൂത്ത് പിക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സാധനമല്ല. അതിനകത്ത് ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ ഈ മോണയുടെ അകത്തിട്ട് നമ്മൾ കുത്തി കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ബാക്ടീരിയ കാരണം കൊണ്ട് നമ്മുടെ മോണയ്ക്കകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ഫ്ലോസേഴ്സ്, അതുപോലെ തന്നെ ഈ ഇൻ്റർഡെൻ്റൽ ബ്രഷ്, പല്ലിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ബ്രഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ.